ഗെയിൽ പൈപ്പ് ലൈൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എല്ലാ വർഗീയവാദികളും കൂടി ഈ കേരളത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കില്ല എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ആ പൊട്ടിത്തെറിക്കും, 500 മീറ്ററിന്റെ ഉള്ളിൽ വീട് വെക്കാൻ പറ്റൂല, കൃഷി പറ്റൂല, എന്തൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും. എന്തൊക്കെ ഇവര് ചെയ്തു കൂട്ടിയത്? SDPI-കാരൻ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, മുസ്ലിം ലീഗുകാരൻ, എല്ലാവർക്കും RSS-കാരൻ, കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി ഇറങ്ങി. വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നാൽ പോലും നിസ്കരിക്കാൻ പോവാത്തവരൊക്കെ മുക്കമങ്ങാടിയിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചു. അല്ലാഹു അക്ബർ. നടപ്പാക്കൂല എന്ന് പറഞ്ഞില്ലേ? മുക്ക അങ്ങാടിയിൽ മുസല്ല വിരിച്ച് നിസ്കരിച്ചു. ഈ NDF-ന്റെ മുസ്ലിം ലീഗിന്റെയും ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ കാര്യമൊക്കെ ഞാൻ കുറച്ച് അവസാനം പറയാം. വല്ലാണ്ട് ദീർഘിപ്പിച്ച് പ്രസംഗിക്കൂലെങ്കിലും അവസാനം പറയാം. അതവിടെ നിൽക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ഇവരുടെ എല്ലാവരുടെയും എതിർപ്പിനെ വകവെക്കാതെ കേരളത്തിന്റെ മണ്ണിൽ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കി. വീടുകളില് ഇപ്പോ അരീക്കോട്, മുക്കത്ത്, കോഴിക്കോട്, ചില പട്ടണത്തിന്റെ പ്രദേശങ്ങളിൽ, ബാക്കി സ്ഥലത്തൊക്കെ എത്താൻ പോണുള്ളൂ. നമുക്ക് പാചകവാതകം വാട്ടർ ടാങ്കിൽ പൈപ്പ് തുറക്കണമാതിരി പാചകവാതകം നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. ആ എടുക്കണതിന്റെ വില കൊടുത്താൽ മതി.